ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മളുടെ പുതിയൊരു വർഷത്തിലേക്ക് എല്ലാവരും കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് പ്രതീക്ഷകൾ, ഒരുപാട് ആഗ്രഹങ്ങൾ, ഇതൊക്കെ സാധിക്കാൻ ഞാനും നിങ്ങളും ഒരുപോലെ ഒരുപാട് ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നറിയാം. സെറ്റ് ചെയ്യാത്തവരും ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഒരു സക്സസ് സ്റ്റോറിയാണ്. അത്തരത്തിൽ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് ഒരുപാട് നാളായിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്. പക്ഷെ ഇപ്പം അത് സാധിച്ചു കിട്ടി. കൃത്യമായ പരിശീലനത്തിലൂടെ സാധ്യമായി കിട്ടി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നല്ല ഒരു സക്സസ് സ്റ്റോറിയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കാരണം ആ ലേഡിക്ക് ഇറ്റലിയിൽ ജോലി ചെയ്യണം, വിദേശത്ത് ജോലി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള സ്ത്രീയായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് ട്രൈ ചെയ്തു, നടന്നില്ല. അപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. ഒരുപാട് 2-3 ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തു. പക്ഷെ എന്തുകൊണ്ടോ സാധിച്ചില്ല. ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വിദേശത്ത് ജോലി ചെയ്യണം. അതിനുള്ള അവസരം ഒരുങ്ങി. അതെന്താണ്, എങ്ങനെയാണെന്നുള്ളത് അവരുടെ വാക്കിലൂടെ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഈ പുതുവത്സരത്തിൽ ഒരു സക്സസ് സ്റ്റോറിയിലൂടെ നമ്മുടെ വീഡിയോയും സ്റ്റാർട്ട് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് തുടങ്ങാം. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സക്സസ് സ്റ്റോറീസും കണ്ടന്റുകളും എല്ലാം നമുക്ക് കേൾക്കാമെന്ന് ഞാൻ വിചാരിച്ചു. 2025 ആദ്യത്തെ സക്സസ് സ്റ്റോറി കേട്ടാലോ? കേൾക്കൂ. നമസ്കാരം. ഞാൻ എൻ്റെ ഒരു സക്സസ് സ്റ്റോറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ സാറിനെ പരിചയപ്പെട്ടിട്ട് ഇപ്പം 1 വർഷമായിട്ടില്ല. ഇതിനു മുമ്പ് ഞാൻ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ കുറേയൊക്കെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കാണുമായിരുന്നു. ഞാനൊരു 2 ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് ആ ക്ലാസ്സിലൊക്കെ ആണെങ്കിലും പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ എനിക്കങ്ങോട്ടൊരു ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടത്തിൽ ഞാൻ സാറിൻ്റെ ഒരു വീഡിയോ കണ്ട്. അപ്പം എനിക്കെന്തോ എവിടെയോ ഇതാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചെന്നോ എന്തോ ഒരു തോന്നലായിരുന്നു എനിക്ക്. അങ്ങനെ എനിക്ക് സാറിനെ കോണ്ടാക്ട് ചെയ്യണമെന്ന് തോന്നി. ഞാൻ സാറിനെ വിളിച്ചു, സാറുമായിട്ട് സംസാരിച്ചു, എൻ്റെ കാര്യങ്ങളൊക്കെ സാറിനോട് പറഞ്ഞു. സാറ് കുറേ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. അപ്പം സാറുമായിട്ടുള്ള ആ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ, എന്തൊക്കെയോ കാര്യങ്ങൾ സാറ് പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടെന്ന് എനിക്ക് ഒരു വിശ്വാസം വരുമായിരുന്നു. ഞാൻ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കത്തില്ല. പക്ഷേ സാറ് പറഞ്ഞ എനിക്കെന്തോ അപ്പോൾ വിശ്വാസം ഉണ്ടായി എനിക്ക്. കാരണം സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ടുള്ള കുറേ കാര്യങ്ങളും ഒക്കെ സാറ് പറയുമ്പോഴത്തേക്ക് അതിലൊക്കെ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമൊന്നും ഞാൻ റൈറ്റിംഗ് ഒന്നും ചെയ്ത പോലും ഇല്ലായിരുന്നു. എനിക്കെന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ. അപ്പം പക്ഷെ സാറ് നമ്മളോടിങ്ങനെ പറഞ്ഞു തരും, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അത് ചെയ്യുന്നില്ലേ. ഞാൻ ഓരോ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി സാറിനെ വിളിക്കുമ്പോഴത്തേക്കും സാറേ അത് അങ്ങനെ ആവുന്നില്ലല്ലോ, ഇങ്ങനെ ആവുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ സാറ് ചോദിക്കും ഇത് ചെയ്യുന്നുണ്ടോ, അത് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ എങ്ങനെയും ഉയർന്നു വരണം, നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡി ആവണമെന്ന് നമ്മളെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്ന സാറാന്ന് തോന്നും. അങ്ങനെയാണ് സാറിൻ്റെ ഒരു ഇടപെടൽ. അങ്ങനെ സാറ് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി. ഈ സൈക്കോളജിക്കൽ മെത്തേഡ്സ് ആണെങ്കിലും ഞാൻ ബോധപൂർവം ഓരോ കാര്യങ്ങൾ, ഞാൻ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. സാറ് പറഞ്ഞു തന്നത് വെച്ചിട്ട് എൻ്റെ പാറ്റേൺ ഓഫ് ലൈഫും കാര്യങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലായിട്ട് ഞാൻ ആ ഒരു പ്രാക്ടീസൊക്കെ ചെയ്യാൻ തുടങ്ങി. അത് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അത്ഭുതം പോലെയാണ് ഓരോ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നു. എൻ്റെ ഒരാഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ 2 വർഷമായിട്ട് ഞാൻ യൂറോപ്പിലൊരു വരാൻ വേണ്ടി, ഒരു ജോലിക്ക് വേണ്ടി വരാൻ വേണ്ടി ഞാനിങ്ങനെ ശ്രമിച്ച് നടക്കാതെ ഇരിക്കുമായിരുന്നു. ഓരോരോ കാര്യങ്ങൾ വന്നിട്ട് അതിങ്ങനെ മാറിപ്പോയി. ഞാൻ ലാസ്റ്റ് ഒരു നിരാശ പോലെയൊക്കെ ആയി എനിക്ക്. പക്ഷേ അത് കഴിഞ്ഞപ്പം സാറിനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പ്രതീക്ഷ. അങ്ങനെ
കുറച്ച് സാറ് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാനൊക്കെ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം വളരെ പെട്ടെന്ന് ഞാൻ പോലും വിചാരിക്കാതെ ഓരോ കാര്യങ്ങൾ അങ്ങ് നടക്കുമായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചിരുന്നു. എൻ്റെ ഗോളെന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാതെ സാറിൻ്റെ ഈ ക്ലാസ്സിൽ നിന്നും സാറ് പറയുന്ന കാര്യങ്ങളിൽ നിന്നുമൊക്കെ ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഗോളെന്ന് പറഞ്ഞ ഒരു കാര്യം അത് നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അതിലേക്ക് മാത്രം നോക്കാതെ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, നമ്മളിൽ കുറേ ചേഞ്ചസ് സാറ് പറഞ്ഞ കണക്ക് എന്തൊക്കെ പ്രാക്ടീസുകൾ ചെയ്താലും എന്തൊക്കെ ചെയ്താലും നമുക്ക് ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ അതിൻ്റെ അകത്ത് കാര്യമില്ലെന്ന് സാർ എപ്പോഴും പറയും. അപ്പം ഞാൻ എൻ്റെ കുറേ വിശ്വാസങ്ങളും എൻ്റെ കുറേ രീതികളും ഒക്കെ ഞാൻ മനഃപൂർവ്വം മാറ്റാൻ വേണ്ടി നോക്കിയിരുന്നു. അങ്ങനെ വളരെ അത്ഭുതം പോലെ വളരെ പെട്ടെന്ന് ഞാനിവിടെ യൂറോപ്പിൽ ഇപ്പോൾ എത്തിപ്പെട്ടു. വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളും എനിക്ക് അനുകൂലമായിട്ട് തന്നെ വരുന്നു. എൻ്റെ ഇവിടുത്തെ അക്കോമഡേഷനൊക്കെ ആണെങ്കിലും വളരെ സന്തോഷമായിട്ട് പോകുന്നു. അതുകൊണ്ട് ഇനിയാണേലും എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാറ് പറയുന്ന കണക്ക് നമ്മൾ നമ്മുടെ എനർജി ഹൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഹൈ എനർജിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ അതിനു വേണ്ടി പോകേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് എനർജൈസ് ചെയ്ത് നിർത്തിയാൽ മതിയെന്നാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം. അങ്ങനെ ഇത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. സാറിനെ കണ്ടുമുട്ടിയത് ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്. അത് എന്നും അങ്ങനെ തന്നെയായിരിക്കും. അത് പറയാതിരിക്കാൻ വയ്യ. ഒരു ഇത് പറഞ്ഞ കണക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമായിരുന്നു അത്. സാറിനെ കണ്ടുമുട്ടുക എന്നുള്ള ഒരു കാര്യം. അല്ലെങ്കിൽ അവിചാരിതമായി ഇങ്ങനെ കണ്ടുമുട്ടാനും ഇങ്ങനെ ഇവിടം വരെ ഒക്കെ എത്തിപ്പെട്ടു. ഭയങ്കര സന്തോഷം. ഇത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ അതിലേറെ സന്തോഷം. താങ്ക് യു സാർ.